അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ദാനിയ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് നമുക്ക് കുറച്ച് ഓർഡർ കൂടി ഉണ്ടായിരുന്നില്ല. ഷോപ്പുകളിലേക്കുള്ള ഓർഡറാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കിങ്ങും അതുപോലെ തന്നെ കുറച്ച് കുട്ടികളെ നമ്മൾ ഇന്നും ഗ്രോത്ത് ആക്കാനായിട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുവരാം. അപ്പോൾ ആദ്യമേ നമ്മളിന്ന് കുറച്ച് കുട്ടികളെ സൈസ് ആക്കാനായിട്ട് നമ്മുടെ ടാങ്കുകളിൽ നിന്നും മാറ്റി വലിയ ടാങ്കുകളിലേക്ക് ഇടുന്ന ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം കുറച്ച് ബ്ലൂ ക്രൈഫിഷിൻ്റെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഇടാം. അപ്പോൾ ബ്ലൂ ക്രൈഫിഷിനെ അന്വേഷിക്കുന്നവരൊക്കെ നമുക്ക് ഏകദേശം ഒരു 1.5 മാസം കഴിയുമ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 100 കുട്ടികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്ലൂവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിലെത്ര വലുതായി കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള 1 ഇഞ്ച് സൈസ് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് സൈസിന് മുകളിലുള്ള കുട്ടികളൊക്കെ ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവരെ നമ്മൾ ഗ്രോത്ത് ആക്കാനായിട്ട് മാറ്റിയിടുന്ന പരിപാടികളാണ്. അപ്പോൾ ഇനി ഗ്രോത്ത് ആയി കഴിയുന്ന ഒരു സമയമാണ് നമ്മൾ ഏകദേശം ഒരു 1.5 മാസമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം ബ്ലൂ ക്രൈഫിഷിൻ്റെ കുറച്ച് കുട്ടികൾ, കാരണം അധികം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓറഞ്ചും അതുപോലെ തന്നെ മാർബിൾ റെഡ് അങ്ങനെ കുറച്ച് വെറൈറ്റികളായിട്ടുള്ള കുട്ടികളൊക്കെ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വളർച്ചയുടെ ഒരു അപ്ഡേഷൻസ് തൊട്ടടുത്തുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മുകളിലുള്ള ടാങ്കുകളിൽ നിന്നും കുട്ടികളെല്ലാം നമ്മൾ താഴെയുള്ള ഈ ടാങ്കുകളിലേക്കാണ് സാധാരണ മാറ്റാറ്. അങ്ങനെ ഇതിൽ നിന്നുമാണ് പിന്നീട് നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ചത്തേക്ക് വളർച്ച കഴിയുമ്പോൾ നമ്മുടെ പോണ്ടുകളിലേക്ക് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 2-3 സ്റ്റേജുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്രൈഫിഷിനെ വളർത്തുമ്പോൾ അതിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എണ്ണിയാണ് കുട്ടികളെ ഇടുന്നത്. കാരണം നമ്മൾ ഓരോ ഘട്ടത്തിലും ഇവരിടുമ്പോൾ തിരിച്ചു പിടിക്കുമ്പോൾ എത്ര എണ്ണം കിട്ടുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും അവരെ എണ്ണി തന്നെ ഇടുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത കുട്ടികളൊക്കെ തന്നെയാണ്. നമുക്ക് മുമ്പൊക്കെ ഞാൻ ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ കുട്ടികളാണ് കൂടുതൽ ഓർഡർ വരുന്നതും അതുപോലെ നമുക്ക് എന്താ പറയുക കൊടുക്കാൻ സാധനം തികയാത്തതിൻ്റെയും പേരിലാണ് ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളെ കൊടുക്കാത്ത കേട്ടോ. കാരണം വലിയ കുട്ടികളായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നീയെ കൊച്ച് നമ്മളെ അതേ സഹായിക്കാനായിട്ട് ഇതേ വന്നിട്ടുണ്ട്. അത് എന്നും ഇവിടെ ഉള്ളൊരു കലാപരിപാടി തന്നെയാണ്. അവൾക്കും അതൊരു സന്തോഷമാണ് കേട്ടോ, നമ്മുടെ കൂടെ വന്ന് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് കളിക്കാൻ. അവൾ എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞു പഠിച്ച വാക്ക് മീമി എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും ഈ മീനുകളുടെ കൂടെയുള്ള ഈ കളിയും ചിരിയും അതുപോലെ തന്നെ ഏത് സമയത്തും നമ്മൾ ഇതിൻ്റെ കൂടെ ആയതിൻ്റെ പേരിൽ അവളും ഓട്ടോമാറ്റിക്കലി അതിനോടൊരു താല്പര്യം വളരെ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ അവൾ വന്ന് പെടാനുള്ള കാരണങ്ങൾ. അപ്പോൾ ടാങ്കുകളിലേക്ക് കുട്ടികളെ എണ്ണി മാറ്റിയതിന് ശേഷം നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് ശനിയാഴ്ചയായിട്ട് നമുക്കൊരു ഷോപ്പിൽ നിന്ന് ഓർഡർ കിട്ടിയത് കൊണ്ടു കൊടുക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ അത് ഒരു 10 ഡാർക്ക് ഓറഞ്ചും അതുപോലെ തന്നെ ഒരു 10 ലൈറ്റ് ഓറഞ്ചും കളറുകളാണ്. അപ്പോൾ ഈ സൈസിലുള്ള കുട്ടികൾ നമുക്ക് ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 100 രൂപയാണ് പെർ പീസിന് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടി പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു കുട്ടികളാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. ഈ സെയിം തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളതും. അതുപോലെ തന്നെ പിന്നെ ഷോപ്പിലേക്ക് നമ്മൾ ഇതുപോലെ മിക്സഡ് ആയിട്ട് എല്ലാ കളറുകളിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികളാണ് ഈ കാണുന്നത്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10-40 കുട്ടികളാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നെ ശനിയാഴ്ചയായിട്ട് കുറച്ച് നേരത്തെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുട്ടികൾ സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കളറുകളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ വീഡിയോ അയച്ചു തരാം. കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പാക്ക് ചെയ്ത് പാകപ്പെടുത്തി ഇതുപോലെ തന്നെയാണ് നമ്മൾ കൂടുതലൊക്കെ ഓർഡറുകൾ വരുമ്പോൾ ചെയ്ത് വെക്കാറ്. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിനെ ഏതിലേക്കാണ് എന്നുള്ളതൊക്കെ എണ്ണി രണ്ടാമത് പാക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഡാർക്ക് ഓറഞ്ചും ലൈറ്റ് ഓറഞ്ചും ഇതുപോലെയാണ് കളറുകൾ വരുന്നത്. അതുപോലെ തന്നെ മിക്സഡിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് ഏകണ്ട ഈ പറഞ്ഞ പോലെ ബ്രൗൺ ഗോസ്റ്റ് മോഡലുള്ള കുട്ടികളും അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ റെഡ് ഗോസ്റ്റ് ഓറഞ്ച് ഗോസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ 2 കളറുകളൊക്കെ വരുന്ന കുട്ടികളാണ് പിന്നീട് അവർക്ക് മിക്സഡ് ആയിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ടൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നീയെ കൊച്ച് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ മീനിലൊക്കെ പിടിച്ച് വരികി നടന്നതിൻ്റെ പേരിൽ ഉടുപ്പിലൊക്കെ വെള്ളതിന് ശേഷം അതൊക്കെ മാറി ഉടുപ്പില്ലാതെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഇനി പാക്കിങ് കഴിയുന്നവരെ അവളെ നമ്മൾ എങ്ങോട്ട് മാറ്റാമെന്ന് വെച്ചാലും നടക്കാറില്ല. കാരണം അവൾക്കത് വളരെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നീയെ കൊച്ചിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാക്കിംഗ് ഒക്കെ ഉള്ള ദിവസം അവൾ അവിടെ നിന്ന് കുളിക്കുന്നിടത്തുനിന്നാണെങ്കിലും ഓടി വന്ന് നമ്മുടെ കൂടെ നിന്ന് ഫുൾ ടൈം അതിൽ വരികി നടക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവളെ ഒഴിവാക്കിയിട്ട് ഈ ഒരു കാര്യത്തിൽ നമുക്ക് വീഡിയോ എടുക്കാനോ പാക്ക് ചെയ്യാനോ പറ്റാറില്ല. അപ്പോൾ പാക്കിങ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ആർക്കൊക്കെയാണ് നമ്മൾ ഏതൊക്കെ കളറാണ് കൊടുക്കുന്നത് ഏതൊക്കെ കടകളിലേക്കാണ് എന്നുള്ളതൊക്കെ എഴുതി ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കലാണ് കേട്ടോ പിന്നത്തെ പരിപാടി. അപ്പോൾ ഈ ഒരു പരിപാടി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ക്രൈഫിഷുകളെ കൊണ്ടു കൊടുക്കുന്ന പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്രൈഫിഷുകളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ശനിയാഴ്ചത്തെ കുറച്ച് ഓർഡർ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്രൈഫിഷുകളെ കുറച്ച് ഗ്രോത്ത് ആക്കാനായിട്ട് വിശേഷങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ. നമുക്ക് ഓർഡറുകൾ ഷോപ്പുകാർ വിളിച്ച് പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശനിയാഴ്ചകളിൽ ഓർഡർ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ക്രൈഫിഷുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.